ഹലോ, എന്തെല്ലാം മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? പിന്നെ പെരുന്നാളൊക്കെ ആവാനായില്ലേ? നാളാവുമോ? ഞാൻ പെരുന്നാളിൻ്റെ രണ്ടപ്പം ഇന്നലെയും മെഞ്ഞാന്നും ഇട്ടിട്ടീനി. അതിൻ്റെ ബാക്കി വേറൊന്നാണ് ഇത്. പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഈ നാട്ടിലെല്ലാവരും പറയൽ കേക്കപ്പം എന്ന് അങ്ങനെ എന്തോ ആണ് പറയൽ. കുറേ കാലമായി ഉണ്ടാക്കിയിട്ട് ഞാനിപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. അതിലേക്ക് വേണ്ടിയ സാധനം പിന്നെ നമുക്ക് ആവശ്യത്തിന് മൈദ എടുക്കുക, പിന്നെ കുറച്ച് ഉപ്പിടുക, കുറച്ച് പഞ്ചസാര ഇടുക, പിന്നെ നെയ്യ്, കുറച്ചധികം നെയ്യ് ഒഴിച്ചാൽ നല്ല സോഫ്റ്റ് ആവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നെയ്യ് ഒഴിക്കണം, പിന്നെ പാലൊഴിക്കണം. കുറച്ച് ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള പാലൊഴിച്ചിട്ട് നല്ലോണം കുഴക്കുക, മിക്സാക്കി നല്ലോണം കുഴച്ചിട്ട് ഈ പൊളിയിൽ കുഴച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ അതിനെ കുറച്ച് കട്ടിയാക്കി വലിയ ഓരോരോ ബോളെടുത്തിങ്ങനെ കുറച്ച് കട്ടിയാക്കി പരത്തി, കുറച്ച് കട്ടിയിൽ പരത്തിയിട്ട് ആദ്യം ഇങ്ങനെ കത്തിയിൽ മുറിച്ച് ഞാൻ ബോക്സ് ഷേപ്പാക്കിയെടുത്തേ. അപ്പോൾ കാണാനൊരു ഭംഗിയില്ല, ഒരു ഭംഗി തോന്നുന്നില്ല. അപ്പം അങ്ങനെ എനിക്ക് മോളൊരു ഐഡിയ പറഞ്ഞു, നമ്മളൊരു കുപ്പിൻ്റെ മൂടെടുത്ത് ഇങ്ങനെ റൗണ്ട് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുപ്പീൻ്റെ മൂടിയിലെടുത്തിട്ട് റൗണ്ടാക്കിയപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ അത് ഗുളിക പോലെ ഉണ്ട്. അങ്ങനെ അതിനെ എണ്ണയിൽ പൊരിച്ചെടുത്ത് കുറേ എണ്ണ ഇട്ട് ഇത് ഞാൻ ഏകദേശം ഉണ്ടാക്കിയിട്ട് 2-3 കൊല്ലം മുമ്പാണ് ഞാൻ ഉണ്ടാക്കി. മറ്റത് എങ്ങനെയാണെന്ന് മറന്നു പോയിരുന്നു. പിന്നെ എങ്ങനെ ഒന്ന് ആലോചിച്ചെടുത്ത് ഉണ്ടാക്കിയാണ്. ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഇനി ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഓർമ്മയില്ല കേട്ടോ. ഞാൻ നോമ്പ് തുറന്നിട്ട് തിന്ന് നോക്കിയിട്ട് അറിയണം ടേസ്റ്റ്. കാണുമ്പോൾ നല്ല രസമുണ്ട് ഓരോരോ ഗുളികകൾ. ഇതല്ലേ ഈ മൈദല്ലേ കുറച്ച് കുഴച്ചപ്പം കുറച്ചധികമായിപ്പോയേ, കുറേ അധികമായിപ്പോയി. എന്നിട്ട് കുറേ നേരം ചുട്ടിട്ട് മടുത്തിട്ട് പിന്നെ കുറച്ചെടുത്ത് ഇങ്ങനെ അവിടെ വെച്ച് ഇനി മോള് വരുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2-3 ട്രിപ്പ് ചുട്ടെടുത്ത് ഞാൻ കുറച്ച് തണിഞ്ഞതിന് ശേഷം കുപ്പിയിലാക്കി വെച്ച് അങ്ങനെ അത് ചുട്ട് റെഡിയാക്കി വെച്ചേ. ഇപ്പം 3 അപ്പങ്ങൾ റെഡിയായി പെരുന്നാളിൻ്റെ അന്നേക്കുള്ള. ഇനിയൊന്നുമില്ല കേട്ടോ, കഴിഞ്ഞു. ഇനി ഒരു പഴംപൊരി മാത്രം അന്ന് രാവിലെ. പിന്നെ ഞങ്ങൾ 2 ദിവസം മുമ്പേ മൈലാഞ്ചിയൊക്കെ ഇട്ട് വെച്ച്. എന്താണെന്ന് വെച്ചാൽ അന്ന് ഭയങ്കര തിരക്കായിക്കോ. പിന്നെ മോക്ക് അടുത്ത വീട്ടിലെ മക്കൾക്കൊക്കെ മൈലാഞ്ചി വെച്ച് കൊടുക്കാനുണ്ടാവും. അതുകൊണ്ട് ഞങ്ങളത് രണ്ടാളത് വേഗം കഴിച്ച് വെച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച്. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ചാനൽ നോക്കണേ. ടാറ്റാ, ബൈ ബൈ.